വലിയ കോളിളക്കങ്ങളും ചർച്ചകളുമൊക്കെ സൃഷ്ടിച്ച ഒരു വിവാദ സംഭവമായിരുന്നു ADM നവീൻ ബാബുവിന്റെ മരണം. ADM നവീൻ ബാബു 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന പെട്രോൾ പമ്പിനായി അപേക്ഷ നൽകിയ TV പ്രശാന്തിന്റെ ആരോപണമാണ് എല്ലാത്തിനും തുടക്കമിട്ടത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായ PP ദിവ്യയും ഈ ആരോപണം ഏറ്റുപിടിച്ചാണ് യാത്രയയപ്പ് യോഗത്തിനെത്തി നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിച്ചത്. എന്നാൽ ഇത് വ്യാജമാണെന്നാണ് ADMന്റെ കുടുംബം വാദിച്ചത്. ഇപ്പോൾ വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട് വരുമ്പോൾ TV പ്രശാന്ത് നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്നതിന് തെളിവില്ല എന്നാണ് വ്യക്തമാകുന്നത്. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തുവെന്ന പ്രശാന്തിന്റെ മൊഴിയല്ലാതെ മറ്റു തെളിവുകൾ ഒന്നുമില്ല. തെളിവ് ഹാജരാക്കാനും പ്രശാന്തിന് കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ SP ആണ് അന്വേഷണം നടത്തിയത്. എന്നാൽ പ്രശാന്തിന്റെ ചില മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകളും ദൃശ്യങ്ങളും ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്വർണം പണയം വെച്ചതു മുതൽ ADMന്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള മൊഴികളിൽ തെളിവുകളുണ്ട്. എന്നാൽ ക്വാർട്ടേഴ്സിന് സമീപം എത്തിയ ശേഷം എന്ത് സംഭവിച്ചു എന്നതിന് തെളിവില്ല. ഒക്ടോബർ 5-ന് സ്വർണം പണയം വെച്ചതിന്റെ രസീത് പ്രശാന്ത് കൈമാറി. ഒക്ടോബർ 6-ന് പ്രശാന്തും നവീൻ ബാബുവും 4 തവണ ഫോണിൽ സംസാരിച്ചു. ഈ വിളികൾക്കൊടുവിലാണ് ഇരുവരും തമ്മിലെ കൂടിക്കാഴ്ച. ഒക്ടോബർ 8-ന് പെട്രോൾ പമ്പിന് NOC ലഭിച്ചു. കൈക്കൂലി കൊടുത്തെന്ന കാര്യം ഒക്ടോബർ 10-നാണ് വിജിലൻസിനെ അറിയിക്കുന്നത്. പ്രശാന്തിന്റെ ബന്ധുവാണ് കണ്ണൂർ വിജിലൻസ് DYSPയെ വിളിച്ചു പറയുന്നത്. ഒക്ടോബർ 14-ന് വിജിലൻസ് CI പ്രശാന്തിന്റെ മൊഴിയെടുത്തു. അന്ന് വൈകിട്ടായിരുന്നു വിവാദമായ യാത്രയയപ്പ് യോഗവും. വിജിലൻസ് DYSPക്ക് അന്ന് തന്നെ റിപ്പോർട്ടും നൽകി. പ്രശാന്തിന്റെ മൊഴിയെടുത്ത കാര്യം നവീൻ ബാബുവിനോട് പറഞ്ഞിട്ടില്ലെന്ന് വിജിലൻസ് അറിയിക്കുന്നു. പിറ്റേന്ന് ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. കൈക്കൂലി കൊടുത്തെന്ന വെളിപ്പെടുത്തലിൽ പ്രശാന്തിനെതിരെ കേസെടുക്കാനും വകുപ്പില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത്. അക്കാര്യമാണ് വിജിലൻസ് റിപ്പോർട്ട് ശരിവെക്കുന്നത്. പെട്രോൾ പമ്പിന് NOC നൽകിയത് നിയമപരമാണെന്നും ഫയൽ ബോധപൂർവം വൈകിപ്പിച്ചതിനോ കൈക്കൂലി വാങ്ങിയതിനോ തെളിവില്ലെന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ കണ്ടെത്തൽ. പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിൽ ബോധപൂർവം ഫയൽ വൈകിപ്പിച്ചു, NOC നൽകുന്നതിന് കൈക്കൂലി വാങ്ങി എന്നിവയായിരുന്നു നവീൻ ബാബുവിനെതിരായ ആരോപണങ്ങൾ. എന്നാൽ ഈ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ അന്വേഷണത്തിൽ ലഭിച്ചിട്ടില്ല.